ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. സ്ത്രീ സുരക്ഷാ പെൻഷനടക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച പുതിയ പദ്ധതികൾ അംഗീകരിച്ച് സർക്കാർ ഉത്തരവിറങ്ങി. സംസ്ഥാനത്തെ 1.5 കോടി ജനങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്നതായിരിക്കും. അതിൽ 35-നും 60-നും ഇടയിൽ പ്രായമുള്ള ട്രാൻസ് വുമൺ അടക്കമുള്ള സ്ത്രീകൾക്ക് മാസം 1000 രൂപ ധനസഹായം നൽകുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി, അതുപോലെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ധനസഹായം നൽകുന്ന കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി, അതുപോലെ കുടുംബശ്രീ ADSകൾക്ക് മാസം 1000 രൂപ നൽകുന്ന പദ്ധതിക്ക് പ്രവർത്തന ഗ്രാന്റ് എന്നിവയ്ക്കാണ് അംഗീകാരം ലഭിച്ചത്. സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത് മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളാകാത്ത AAY പിങ്ക് കാർഡുകളിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾക്കാണ്. ട്രാൻസ്ജെൻഡറുകളിലെ സ്ത്രീകളടക്കം 31 ലക്ഷം പേർ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകും. അതുപോലെ വിവിധ തൊഴിലുകൾ പരിശീലിക്കുന്ന ചെറുപ്പക്കാർക്ക് ധനസഹായം നൽകുന്ന കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി വഴി 5 ലക്ഷം പേർക്ക് പ്രയോജനം ലഭിക്കും. കുടുംബശ്രീ ADSകൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതി വഴി 19,470 ADSകൾക്ക് തുക ലഭിക്കും. 23.4 കോടി രൂപയാണ് പദ്ധതിക്ക് പ്രതിവർഷം നീക്കിവെക്കുക. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1,600 നിന്ന് 2,000 രൂപയായി വർദ്ധിപ്പിച്ചതും നവംബർ മുതൽ പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും. അടുത്ത അറിയിപ്പ്, മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട വെള്ള നീല റേഷൻ കാർഡുകൾ മുൻഗണന അതായത് പിങ്ക് വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനുള്ള അപേക്ഷ നവംബർ 17 മുതൽ ഓൺലൈനായിട്ട് വീണ്ടും അപേക്ഷിക്കാൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ അതായത് eCitizen.civilsupplieskerala.gov.in വഴിയോ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. അതേസമയം രണ്ടാം LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം തരം മാറ്റിയതും പുതിയതും ഉൾപ്പെടെ 6.5 ലക്ഷത്തിലധികം മുൻഗണനാ റേഷൻ കാർഡുകളാണ് അർഹരായവർക്ക് ലഭ്യമാക്കിയത്. 28,300 മുൻഗണനാ റേഷൻ കാർഡുകളുടെ വിതരണോദ്ഘാടനം ഭക്ഷ്യമന്ത്രി GR അനിൽ ഈ മാസമാണ് നിർവഹിച്ചത്. അർഹതപ്പെട്ടവർക്ക് മുൻഗണന നൽകി റേഷൻ കാർഡ് വിതരണം ഊർജിതമാക്കിയതിലൂടെ ലക്ഷക്കണക്കിന് കുടുംബാംഗങ്ങൾക്കാണ് വലിയ ആശ്വാസമായത്. അതിദരിദ്രരില്ലാത്ത കേരളം പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിലും മുൻഗണനാ റേഷൻ കാർഡ് വിതരണം നിർണായക പങ്ക് വഹിച്ചു. വൃക്ക, കരൾ, ഹൃദ്രോഗമുള്ളവർ, ക്യാൻസർ ബാധിതർ എന്നിവർക്ക് അപേക്ഷ ലഭിച്ച് 24 മണിക്കൂറിനകം പരിശോധന പൂർത്തിയാക്കി കാർഡ് നൽകുന്നുണ്ട്. കേരളത്തിലെ 142 ആദിവാസി ഉന്നതികളിൽ സർക്കാരിൻ്റെ സഞ്ചരിക്കുന്ന റേഷൻ കടകളുമുണ്ട്. കൂടാതെ അഗതി മന്ദിരങ്ങളിലും അനാഥാലയങ്ങളിലും ഭക്ഷ്യധാന്യം സൗജന്യമായി എത്തിക്കുന്നുണ്ട്. 1,631 സപ്ലൈകോ വിൽപ്പനശാലകളിലൂടെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ ന്യായവിലയ്ക്ക് എല്ലാ കാർഡ് ഉടമകൾക്കും ലഭ്യമാകുന്ന സാഹചര്യവും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളിലൂടെ വിലക്കയറ്റത്തിൽ നിന്ന് ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ കഴിഞ്ഞുവെന്നാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ.